അങ്ങനെ ഒക്ടോബർ മാസം കഴിഞ്ഞു. നവംബർ തുടങ്ങി. നമുക്ക് നവംബറിൽ ഒരുപാട് നല്ല സിനിമകളും സീരീസുകളൊക്കെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. മലയാളത്തിലും തമിഴിൽ നിന്നൊക്കെ കുറവാണ്. ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്‌ലി കുറവാണ്. ഹോളിവുഡ് റിലീസുകളൊക്കെയാണ് കൂടുതൽ. ഇനിയുള്ള അടുത്ത 2 മാസങ്ങളിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ നോക്കിയപ്പോൾ ഇനി വലിയൊരു ഒരു ഒരു തമിഴ് പടമോ അല്ലെങ്കിൽ വലിയൊരു കൊമേഴ്ഷ്യൽ പടമൊക്കെ നമുക്കിനി വരാനില്ല ഈ കൊല്ലം. തീർന്ന്. മലയാളത്തിൽ നിന്നായിക്കോട്ടെ, തമിഴിൽ നിന്നായിക്കോട്ടെ. ഒരു ടോട്ടൽ ഇന്ത്യൻ പടം എന്നുള്ള രീതിയിൽ തീർന്ന് ഇനി അങ്ങോട്ടൊന്നുമില്ല. ഇനി ജനുവരിയിൽ മറ്റേ ഈ പൊങ്കലൊക്കെ വരുമ്പോഴാണ് ഈ നമ്മുടെ വിജയ് പടവും അതൊക്കെ ആയിട്ട് റിലീസായിട്ട് ഒരു വലിയ പടങ്ങളൊക്കെ ഇറങ്ങുന്നത്. അതുവരെ കുറച്ച് ട്രൈ ആയിരിക്കും. പക്ഷേ മലയാളത്തിൽ നിന്ന് ഐ തിങ്ക് ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് റിലീസായിട്ട് കുറച്ച് പടങ്ങളുണ്ടാവും. നമ്മുടെ മറ്റേ ബബ്ബബ്ബൊക്കെ ഉണ്ട്. പക്ഷേ നവംബറിൽ കമ്പാരിറ്റീവ്‌ലി കുറച്ച് വീക്കാണ്. വലിയ ഹൈപ്പുള്ള വലിയ പടങ്ങളൊന്നുമില്ല. സ്റ്റിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ള കുറച്ച് പടങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ അതിൽ തന്നെ നവംബർ 7-ാം തീയതി നമുക്ക് പ്രഡേറ്ററിൻ്റെ ബാഡ് ലൈൻസ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുള്ള പ്രേ എന്ന് പറയുന്ന സിനിമയുണ്ട്. നമ്മുടെ ഹുളുവിൽ ഒറിജിനലായിട്ട് ഇറങ്ങിയ ഒരു സിനിമ. അതായത് തിയേറ്ററിൽ ഇറക്കാത്ത ഡയറക്റ്റ്ലി ഡിജിറ്റൽ റിലീസായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു പടം. പക്ഷേ ഇറക്കി അവർ പോലും വിചാരിച്ചില്ല അത് അമ്മാതിരി വലിയ പടമായിരിക്കുമെന്ന്. കിടിലൻ സാധനമായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞ ഒറ്റ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ഇത് തിയേറ്ററിൽ ഇറക്കേണ്ട ഒരു ഐറ്റമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അതേ ഡയറക്ടർ ഡാൻ റിച്ചൺ ഇവർക്ക് തന്നെയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൻഡ് ഇതിനു മുമ്പ് ഈ സിനിമ കാണുന്നതിന് മുമ്പ് ഈ ബാഡ് ലാൻഡ്സ് കാണുന്നതിന് മുമ്പ് കില്ലർ ഓഫ് കില്ലർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണോ സീരീസാണോ ഐ തിങ്ക് 3 പാർട്ടുള്ള സീരീസ് സിനിമ ആന്തോളജി മൂവി നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്തിരുന്നു. ഇത് കിടിലൻ ഐറ്റാണ്. ഈ ഒരു പ്രഡേറ്റർ ഫ്രാഞ്ചൈസിനെ തന്നെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു ഐറ്റമായിരുന്നു കില്ലർ ഓഫ് കില്ലർ. അതുതന്നെ ആക്ഷൻ സെറ്റ് പീസസ് ആയിക്കോട്ടെ, അതുതന്നെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആയിക്കോട്ടെ, എല്ലാം ലെവൽ സാധനമായിരുന്നു. അത് കണ്ടിട്ട് ഇത് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഇതുവരെ പറയാത്ത കുറേ സ്പോയിലർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ട്. സോ ഈ ഒരു പ്രഡേറ്റർ ഫ്രാഞ്ചൈസ് തന്നെ ഫ്യൂച്ചറിനെ സെറ്റ് ചെയ്തിട്ടാണ് ആ ഒരു സീരീസ് അല്ലെങ്കിൽ ആ ഒരു സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ഒന്ന് ചെക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ബാറ്റ്‌ലൻസ് കാണുന്നതിന് മുമ്പ് നമുക്കൊരു ഒരു ഒരു ഓവറോൾ ഔട്ട്പുട്ട് കിട്ടും. എന്താണ്, എവിടേക്കാണ് ഇതിന്റെ പോക്ക്, ഈ ഒരു ഫ്രാഞ്ചൈസ് എങ്ങനെയാണ് ബിൽഡ് ഇതൊരു ആക്ച്വലി തകർന്നുകൊണ്ടിരുന്നൊരു ഫ്രാഞ്ചൈസ് ആയിരുന്നു. ആദ്യത്തെ ആ ഒരു 2 പ്രഡേറ്റർ പടങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് വന്ന സാധനങ്ങളൊക്കെ വറക്കോറ ഐറ്റംസ്. പിന്നെ പക്ഷേ ഏലിയൻ ഫ്രാഞ്ചൈസും ഇതേപോലെ തന്നെ ഒന്ന് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇപ്പോൾ ഈ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ഏലിയൻ നിർത്തുന്ന സീരീസും അതിന് തൊട്ട് മുമ്പ് പുറത്തിറങ്ങിയ നമ്മുടെ പേരെനിക്ക് ഓർമ്മയില്ല. കിടിലൻ പടമായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു. ഇക്കൊല്ലം തന്നെ ഇറങ്ങിയത് ഏലിയൻ ഓക്കെ. ആ 2 പടങ്ങളും എങ്ങനെയാണ് ഏലിയൻ ഫ്രാഞ്ചൈസിനെ വേറെ ലെവലിലേക്ക് എത്തിച്ചത്. ആ ഒരു ഒറ്റ സീരീസ് ഇതും. അതേപോലെ തന്നെ ഈ പറഞ്ഞത് ഈ കില്ലർ ഓഫ് കില്ലർ എന്നീ 2 സിനിമകളും തന്നെ ഈ ഒരു പ്രഡേറ്റർ ഫ്രാഞ്ചൈസിനെ ഒന്ന് പൊടി തട്ടി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിരിക്കും ബാഡ് ലാൻഡ്സ് എന്നാണ്. എനിക്ക് കമ്പാരിറ്റീവ്‌ലി ഇതിന്റെ ഒരു കുറച്ചും കൂടി അതിനെ ഫ്യൂച്ചറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നൊരു പടമായിരിക്കും. അതായത് കില്ലർ ഓഫ് കില്ലറിന്റെ എൻഡിങ്ങിൽ കണ്ടിട്ടുള്ള ആ ഒരു പ്ലോട്ട് പോയിന്റിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ബാഡ് ലാൻഡ്സ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രതീക്ഷയുണ്ട്. ആൻഡ് ഓൾസോ ഇതിന്റെ ട്രെയിലറിലൊക്കെ നമ്മളൊരു ക്യാരക്ടർ കണ്ടു. ഒരു സൈബോർഗ് പോലുള്ളൊരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ഡയറക്ട്ലി ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ഏലിയൻ ഫ്രാഞ്ചൈസ്. നമ്മുടെ ഈ ഏലിയൻ എർത്ത് പോലെയുള്ള ഏലിയനായിട്ട് കണക്ഷൻ വരുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട്. സോ ഏലിയൻ പ്രഡേറ്റർ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. പ്രഡേറ്റർ വേഴ്സസ് ഏലിയൻ എന്ന് പറഞ്ഞ് റിക്വയവും പിന്നെ അതിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റാർ വാർസിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള പടം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ രീതിയിലുള്ള ഒരു ക്രോസ് ഓവർ പിന്നെ വന്നിട്ടില്ല. സോ ഒരു ഷെയർഡ് യൂണിവേഴ്സിലായിരിക്കും ഇതൊക്കെ നടക്കുക എന്നുള്ളതാണ് ഈ ഒരു പടം എടുത്ത് കാണിക്കുക. പക്ഷേ ഏലിയൻസ് ഇതിനകത്ത് കാണുമ്പോൾ നോക്കാം. ആ ഒരു സീനോമോർഫ്സിനെ ഇതിൽ കാണില്ല. പക്ഷേ അതിലെ ക്യാരക്ടേഴ്സും അതിന്റെ റെഫറൻസുകളൊക്കെ തന്നെ ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ സിനിമകളിൽ ഒരുപക്ഷേ ഏലിയൻ വേഴ്സസ് പ്രഡേറ്ററോ അല്ലെങ്കിൽ ഏലിയൻ ആൻഡ് പ്രഡേറ്റർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് തീർച്ചയാണ്. എനിക്ക് പേഴ്സണലി ഈ മാസം കുറച്ച് പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്ന് ഈ പറയുന്ന പ്രഡേറ്റർ ബാഡ് ലൈൻസ് ആണ്. 7-ാം തീയതിയാണ് വേൾഡ് വൈഡ് ആയിട്ട് സിനിമ റിലീസ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചു പ്രീമിയർ ഷോ ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒന്നുമില്ല. സോ 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് പ്രഡേറ്റർ ബാഡ് ലൈൻസ് ഇറങ്ങുക. then ഇതേ ദിവസം തന്നെയാണ് നമ്മുടെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ ഡെൽ ടോറോയുടെ ഏറ്റവും പുതിയ പടം. ഇങ്ങേര് കുറേ കാലം എടുത്തിട്ടാണ് ഈ ഒരു പടം എടുത്തത്. ഭയങ്കരധികം ഹൈപ്പോടെ ഇറങ്ങുന്ന ഒരു സിനിമയാണെന്ന് പറയാം. അതായത് നെറ്റ്ഫ്ലിക്സിന്റെ ഈ വർഷത്തെ റിലീസ് ഡേറ്റുകളിൽ തന്നെ ഏറ്റവും അധികം ഹൈപ്പുള്ള സിനിമകളിൽ ഒന്നാണ് ഫ്രാങ്കൻസ്റ്റൈൻ. ഇവിടെ വലിയ ഹൈപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പുറത്തൊക്കെ ഭയങ്കര ഹൈപ്പാണ് ഈ സാധനത്തിന് എന്നാണ് പറയപ്പെടുന്നത്. ഡെൽ ടോറോ കിടിലനാണ്. ആളുടെ ആ ഒരു വിഷൻ അടിപൊളിയാണ്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ഒന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഇതിൽ ഓസ്കാർ ഐസക്, മിയ ഗോത്ത്, ക്രിസ്ത്യൻ വാൾസ് തുടങ്ങി ഒരുപാട് ഗംഭീര താരനിരയാകുന്ന സിനിമയാണ്. അതായത് ഒരു പക്കാ ഹൊറർ പടത്തിന് വേണ്ട എല്ലാ മിക്ക ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ കാസ്റ്റിംഗ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഐ തിങ്ക് കാസ്റ്റിംഗ് പക്കാ സ്യൂട്ടബിൾ ആണ്. ആൻഡ് ഇതിൽ പടത്തിൽ എങ്ങനെയാണ് വരുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് റിലീസ് ആയിരിക്കും ഫ്രാങ്കൻസ്റ്റൈൻ. തിയേറ്ററിക്കലി പുറത്തൊക്കെ എവിടെയൊക്കെ ഐമാക്സിലൊക്കെ റിലീസ് ചെയ്തിരുന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊന്നും എന്തായാലും കിട്ടില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിലൂടെ 7-ാം തീയതി അതായത് ഈ പ്രഡേറ്റർ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ ഇറങ്ങും.
നെറ്റ്ഫ്ലിക്സിലാണെങ്കിൽ ഇന്ത്യയിൽ ഐ തിങ്ക് ഒരു 12:30 അല്ലെങ്കിൽ 1:30 ഈ ടൈമിലായിരിക്കും ഇറങ്ങുക. അപ്പോൾ ഫ്രാങ്കൻസ്റ്റൈൻ ഇറങ്ങുന്നുണ്ട് 7-ാം തീയതി. ദെൻ നമ്മുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞ സിനിമ രശ്മി മോഹൻദാസിന്റെ ഒരു പടം. ദെൻ ബരമുള്ള എന്ന് പറഞ്ഞ വേറൊരു നെറ്റ്ഫ്ലിക്സ് ചിത്രം ഇതേ ദിവസം തന്നെ ഇറങ്ങുന്നുണ്ട് 7-ാം തീയതി. ദെൻ മലയാളത്തിൽ നിന്ന് ഇത്തിരി നേരം എന്ന് പറഞ്ഞൊരു പടവും. ദെൻ ഹോളിവുഡിൽ നിന്ന് തന്നെ നുറംബർഗ് എന്ന് പറഞ്ഞ വേറൊരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ ചിത്രവും കൂടി ഈ 7-ാം തന്നെ പുറത്തിറങ്ങുന്നു. നമ്മൾ റസൽ ക്രോയും റാമി മാലിക്കൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമയാണ്. ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിന്റെ വേറെ പെർസ്പെക്റ്റീവ് കാണിച്ചു തരുന്ന ഒരു പടമാണ്. ഇവിടെ ഇതിന് വലിയ റിലീസ് ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് കണ്ടതിന് അറിയണം. കാരണം അത്ര വലിയ ആക്ഷൻ പാക്ഡ് സാധനമൊന്നും അല്ലാത്തത് കൊണ്ട് പോരാത്തതിന് ഈ പറയുന്ന പ്രെഡേറ്ററൊക്കെ ഇറങ്ങുന്നത് കൊണ്ട് ഒരുപക്ഷെ ഐമാക്സും ബാക്കിയുള്ള സ്ക്രീനുകളൊക്കെ ഇതിന് അവൈലബിൾ ആവുമെന്നുള്ളത് അറിയില്ല. ദെൻ പ്ലൂറിബസ് എന്ന് പറഞ്ഞ സീരീസ് ആപ്പിൾ ടി വി പ്ലസിലൂടെ പുറത്തിറങ്ങുന്നുണ്ട്. ദിസ് ഈസ് സോ ഇൻട്രസ്റ്റിംഗ്. കാരണം ഒരൊറ്റ പേരാണ് ഇതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിന്റെ ക്രിയേറ്റർ. ഫ്രം ദ ഡയറക്ടർ ഓഫ് അല്ലെങ്കിൽ ഫ്രം ദ ക്രിയേറ്റർ ഓഫ് ദി ബ്രേക്കിംഗ് ബാഡ് വിൻസ് ഗില്ലിഗൻ. ആ ചങ്ങായി അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ എടുക്കുന്ന അടുത്ത സീരീസ് ആണെന്ന് പറയാം. ഇതിനു മുമ്പ് ഇതിന്റെ ഇടയിൽ ചെറിയൊരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു കോ ഡയറക്ഷൻ പോലെ ഒരു കോമഡി സീരീസ് ആയിരുന്നെങ്കിലും ഇത് ഇങ്ങനെ ആ ഒരു ജോണറിലുള്ള സാധനമാണ് പറയുക. ആ ഒരു എൽ ക്യാമറ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂപ്പരെ കാണാൻ പോകുന്നത് ഇതിലായിരിക്കും. സോ മൂപ്പരുടെ ആ ഒരു ഫുൾ ഓൺ പൊട്ടൻഷ്യൽ ഇറങ്ങി വെച്ച് മൂപ്പര് ചെയ്യാൻ പോകുന്നു. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു ആപ്പിൾ ടി പ്ലസ് അവരുടെ ആ ഒരു സ്ട്രീമിംഗ് സർവീസ് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ ഇതേപോലെ ഒരുപാട് വലിയ ക്രിയേറ്റേഴ്സിന്റെ ഒരു കൊളാബറേഷൻ അവർ ഓൾറെഡി പറഞ്ഞിരുന്നു. പലരുമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. വിൻസ് ഗില്ലിഗനായിട്ട് ചെയ്യുന്ന സീരീസാണത്. ഇത് ഒരു സൈഫൈ മോഡലുള്ള സീരീസാണ്. നമ്മൾ മറ്റേത് ബ്രേക്കിംഗ് ബാഡൊക്കെ പക്കാ ഒരു ക്രൈം ഓറിയന്റഡ് സാധനമായിരുന്നു. ഇതൊരു പക്കാ സൈഫൈ സീരീസ് ആയിരിക്കും. ഇതിന്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ സീരീസ് കാണുമ്പോഴേ അറിയുള്ളൂ. ഇതിന്റെ ആദ്യത്തെ 2 എപ്പിസോഡ് വീക്ക്ലി വൈസ് ആയിരിക്കും റിലീസ് ചെയ്യുക. ആദ്യത്തെ 2 എപ്പിസോഡുകൾ നമുക്ക് ഈ 7-ാം തീയതി തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ 7-ാം തീയതി ഒരുപാട് റിലീസുകളുണ്ടെന്ന് പറയാം. ആ ഒരു വെള്ളിയാഴ്ച. ആൻഡ് വേറൊന്നു ആപ്പിൾ ടി വി പ്ലസിന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ആയിരിക്കുന്നു. ഒരു മിനിമം ക്വാളിറ്റി എങ്ങനെ പോയാലുണ്ടോ. അല്ലാണ്ട് അവർ ആ സാധനം പുറത്തേക്ക് വിടില്ല. ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ ജെയ്സൺ മെമോറിയൽ സീരീസ് ഉണ്ടായിരുന്നു ചീഫ് ഓഫ് വാർക്ക്. എനിക്ക് ആദ്യം അത് കണ്ടിട്ട് ഒരു ഓക്കെ വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ട് പോകെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഭയങ്കര ബുക്കിംഗ് ആയിട്ടും ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്ത ഒരു സീരീസ് ആയിരുന്നു ആ ഒരു ചീഫ് ഓഫ് വാർ എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഹൈ എൻഡ് അല്ലെങ്കിൽ ഒരു ഓവർ ദി ടോപ്പ് സാധനം ആക്കാതെ ഭയങ്കര അൾട്രാ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ആ ഒരു ടൈം പീരീഡിൽ നടക്കുന്ന രീതിയിലുള്ള സാധനം. സോ അതേപോലെ തന്നെ കുറച്ച് ക്വാളിറ്റിയുള്ള റൈറ്റ് ആയിരിക്കും. തുടക്കം ചിലപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെ പോലെ തന്നെ ആപ്പിൾ ടി പ്ലസിൽ ഇറങ്ങുന്ന പല സീരീസുകളും പ്രത്യേകിച്ച് സൈഫൈ എന്ന് പറയാൻ പറ്റുന്ന ഇൻവേഷനും ഫൗണ്ടേഷനും അങ്ങനത്തെ കുറേ സീരീസുകളുണ്ട്. എല്ലാം തന്നെ മിനിമം ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. എല്ലാം മിക്കതും ബുക്ക് ബേസ്ഡ് ആയിരിക്കും. സോ അതേപോലെ തന്നെ ഇതും ബുക്ക് ബേസ്ഡ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ദെൻ ഈ സീരീസിന് മറ്റൊരു പ്രത്യേകത നമ്മുടെ ബ്രേക്കിംഗ് ബാഡിൽ തന്നെ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ അതിലെ മറ്റേ കിം വെക്സ്ലർ എന്ന ക്യാരക്ടർ ഉണ്ടല്ലോ നമ്മുടെ സോൾ ഗുഡ്മാൻ്റെ കൂടെയുള്ള. സോൾ ഗുഡ്മാനും അടിപൊളിയാണ്. അതും ബ്രേക്കിംഗ് ബാഡ് കണ്ടിട്ട് മാത്രം ഇരിക്കുന്ന കുറേ പേരുണ്ടാവും. പ്ലീസ് ചെക്ക് ഔട്ട് ബെറ്റർ കോൾ സോൾ. കിടിലൻ സീരീസ്. ഐ തിങ്ക് ഇറ്റ്സ് വേ മോർ ബെറ്റർ ദാൻ ബ്രേക്കിംഗ് ബാഡ് ഇൻ മെനി ആസ്പെക്ട്സ്. നമുക്ക് ആ ഒരു സീരീസിന്റെ ഒരു പ്രോപ്പർ കംപ്ലീഷൻ കിട്ടുന്ന ഒരു പക്ഷേ ബെറ്റർ കോൾ സോൾ കാണുമ്പോഴായിരിക്കും. ആ ഒരു ടൈം ലൈനിലൊക്കെ പ്രോപ്പർ അലൈൻ ആയിട്ട് വന്ന് അതിലെ ക്യാരക്ടേഴ്സൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. കിടിലൻ സീസൺസ് ആണ്. ഐ തിങ്ക് 5ഓ 6ഓ സീസൺ ഉണ്ട്. എല്ലാം അടിപൊളിയാണ്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ള ഈ കിം വെക്സ്ലർ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ള റിയ സില്ലറാണ് ഇതിലും ഈ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രിമേഴ്സ് ആണ്. നല്ല കാസ്റ്റിംഗ് ആണ്. ദെൻ വിൻസ് ഗില്ലിഗന്റെ ഡയറക്ഷനാണ്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പ്രതീക്ഷയുള്ള റൈറ്റാണ് പ്ലൂറിബസ്. ദെൻ 13-ാം തീയതി ഡൽഹി ക്രൈമിന്റെ സീസൺ 3 പുറത്തിറങ്ങുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഹിറ്റ് സീരീസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് 2 സീസൺസും അടിപൊളിയായിരുന്നു. സെക്കൻഡ് സീസണൊക്കെ ഐ തിങ്ക് 5 എപ്പിസോഡ് അങ്ങനെ എന്തേ ഉള്ളൂ. വളരെ മിനിമം ടൈം കൊണ്ട് വലിച്ചു നീട്ടാതെ നീറ്റായിട്ട് പറഞ്ഞു പോകുന്നു. ഇതിന് ഫസ്റ്റ് സീസണിന് ഒരുപാട് അവാർഡൊക്കെ കിട്ടിയതാണ്. ആ ഒരു നമ്മുടെ ഡൽഹിയിലെ ആ ഒരു റേപ്പ് ആൻഡ് മർഡർ കേസ് അത് ഡയറക്റ്റായിട്ട് എടുത്ത് കാണിച്ച ഡിപ്പിക്റ്റ് ചെയ്തൊരു സീരീസ് ആയിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് വൻ ഹൈപ്പ്. ഐ തിങ്ക് പണ്ടത്തെ സീരീസാണ്. ഐ തിങ്ക് ഒരു 19ഓ അതായത് ഞാനൊക്കെ സീരീസ് കണ്ടു തുടങ്ങി വരുന്ന സമയത്തുള്ള ഒരു സീരീസ് ആയിരുന്നു. നല്ല ക്വാളിറ്റിയുള്ള റൈറ്റാണ്. അതിന് സീസൺ 3 പുറത്തിറങ്ങുന്നത്. അതേ ക്യാരക്ടർ ഐ തിങ്ക് ആന്റഗോണിസ്റ്റ് ക്യാരക്ടറായിട്ട് കുമാർ ഖുറേഷിയൊക്കെ വരുന്നുണ്ടെന്നാണ് കേട്ടത്. നമുക്ക് കാണാം. ഇതിന്റെ എല്ലാ എപ്പിസോഡുകളും 13-ാം തീയതി പുറത്തിറങ്ങും. ദെൻ 13-ാം തീയതി തന്നെ നെറ്റ്ഫ്ലിക്സിലൂടെ ദി ലാസ്റ്റ് സാമുറൈ സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ ഒരു ജപ്പാനീസ് ഹിസ്റ്റോറിക്കൽ സീരീസും കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ 14-ാം തീയതിയാണ് ദി റണ്ണിംഗ് മാൻ എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നത്. ഹോളിവുഡിൽ നിന്ന് നമ്മുടെ ഗ്ലെൻ പവൽ പ്രധാന വേഷത്തിലെത്തുന്ന പടമാണ്. എഡ്ഗർ റൈറ്റാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബേബി ഡ്രൈവർ അതിനൊക്കെ ഡയറക്ടറാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ കഴിഞ്ഞ വർഷം ദി ഫോൾ ഗൈ എന്നൊരു പടം ഇറങ്ങിയില്ലേ അതേപോലത്തുള്ള ഒരു പടമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പ്രോപ്പർ കൊമേഴ്ഷ്യൽ ആക്ഷൻ ഫ്ലിക്ക്. ദെൻ 14-ാം തീയതി നൗ യു സീ മീ നൗ യു ഡോണ്ട് എന്ന് പറഞ്ഞ സിനിമ പുറത്തിറങ്ങുന്നത്. നമ്മുടെ നൗ യു സീ മീ ഫ്രാഞ്ചൈസിലെ 3-ാമത്തെ പടം.
ഫസ്റ്റും സെക്കൻഡും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പടങ്ങളാണ്. അതിന് തേർഡ് പാർട്ടി ഈ 14-ാം തീയതി തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ റണ്ണിങ് മാൻ ഇറങ്ങുന്ന അതേ ദിവസം തന്നെ. ഐ തിങ്ക് ഇന്ത്യയിൽ ഒരു പക്ഷേ കൂടുതൽ റിലീസുള്ളത് ഈ ഒരു പടത്തിനായിരിക്കും. കൂടുതൽ ആൾക്കാർക്ക് പോപ്പുലറായിട്ട് അറിയാവുന്നത് ഒരുപക്ഷേ ഇതായിരിക്കും. നമ്മുടെ റൂബൻ ഫിഷറാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. നമ്മുടെ ഡയറക്ടർ മാറിയിട്ടുണ്ട്. ദെൻ 14-ാം തീയതി നിക്കോളസ് കേജ് പ്രധാന വേഷത്തിലെത്തുന്ന ദി കാർപ്പന്റേഴ്സ് ആണെന്ന് പറയുന്ന ഒരു ചിത്രം കൂടി പുറത്തിറങ്ങുന്നത്. ഇത് ഒരു ഡയറക്റ്റ് ബൈബിൾ ബേസ്ഡ് മൂവി എന്നൊക്കെയാണെന്ന് കേട്ടത്. നമുക്ക് കണ്ടു അറിയാം. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻസും ഉണ്ട്. സോ ഇതിൻ്റെ റിലീസും കാര്യങ്ങളൊക്കെ കൺഫേം ആയിട്ടില്ല ഇപ്പോഴും. സ്റ്റിൽ ഒരു നൂൽപ്പാലത്തിലാണെന്ന് പറയാം. എന്നാലും 14-ാം തീയതി ഇറങ്ങുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ വലിയ റിലീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ വീഡിയോ ഡിജിറ്റലായിട്ടൊക്കെ വരും, നമുക്ക് കാണാം. ഈ മറ്റേ നമ്മുടെ നിക്കോളസ് കേജിൻ്റെ സർഫർ എന്ന് പറഞ്ഞൊരു പടം കൂടി ഉണ്ട്. ഐ തിങ്ക് ഈ കൊല്ലം കഴിഞ്ഞ പോലെ ഈ കൊല്ലം തന്നെയായിരുന്നു തോന്നുന്നു. അധികം ആരും ചർച്ച ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കില്ല. എനിക്ക് കണ്ടൊരു ഓക്കെ മോഡലുള്ള സാധനമായിട്ട് ഒരു സൈക്കോളജിക്കൽ മൂവിയാണ്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഒരാൾ ഒരു സർഫ് ചെയ്യാൻ ഒരു സ്ഥലത്ത് പോകുന്നു. അവിടുത്തെ കുറച്ച് ലോക്കൽസ് ആളെ പറ്റില്ല, പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഊക്കി വിടുന്നതും, ആൾക്കത് എങ്ങനെയെങ്കിലും സർഫ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ കഴപ്പെടുത്ത് കാണിക്കുന്നത്, അങ്ങനത്തെ രീതിയിലുള്ള സാധനം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്ലോട്ടുമാണ്. നമുക്ക് കണ്ടു വെക്കുക. ദെൻ കീപ്പർ എന്ന് പറഞ്ഞ ഒരു ചിത്രം പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു ഹൊറർ മൂവിയാണ്. നമ്മുടെ ലോങ് ലെഗ്സിന്റെ ഡയറക്ടറാണ്. ഈ കഴിഞ്ഞ കൊല്ലം പുറത്തിറങ്ങിയ ഒരു കിടിലൻ പടമായിരുന്നല്ലോ. ദെൻ 14-ാം തീയതി തന്നെ കാന്ത എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ DQ പ്രധാന വേഷത്തിലെത്തുന്ന പടം. ഇത് റിലീസ് ഡേറ്റ് ഇങ്ങനെ മാറ്റി ഐ തിങ്ക് കഴിഞ്ഞ ഒക്ടോബറിൽ ഇറങ്ങുന്ന പടമായിരുന്നു. ദെൻ അത് പുഷ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ 14-ലേക്ക് എത്തിയത്. ദെൻ 21-ാം തീയതി സിസു റോഡ് ടു റിവെഞ്ച് എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങുന്നതാണ്. നമ്മുടെ 22-ൽ പുറത്തിറങ്ങിയ സിസു എന്ന പടത്തിന്റെ ഒരു ഡയറക്റ്റ് സീക്വലാണ്. അതിൽ കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കഥ. ഇതൊരു ഹോളിവുഡ് അല്ല, റഷ്യനോ പോളിഷോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള സാധനമാണ്. ദെൻ ഫസ്റ്റ് സിസു എനിക്കൊരു ഓക്കെ മോഡലുള്ള സാധനം. എനിക്ക് ഒരു വേറെ ലെവൽ ആയിട്ടൊന്നും തോന്നിയില്ല. കുറേ പടങ്ങളിലെ ഒരു മിമിക് ചെയ്ത പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്റ്റിൽ ഒരു 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 നല്ല തിയേറ്റർ വാച്ച് തന്നൊരു പടമായിരുന്നു. സോ അതിന് സെക്കൻഡ് പാർട്ടുണ്ട്, കണ്ടു നോക്കണം. 21-ാം തീയതി പുറത്തിറങ്ങും. ദെൻ 21-ാം തീയതി തന്നെ വിക്കഡ് ഫോർ ഗുഡ് എന്ന് പറഞ്ഞ ചിത്രം പുറത്തിറങ്ങും. നമ്മൾ വിക്കഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഐ തിങ്ക് ഓസ്കറൊക്കെ കിട്ടിയെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ കിട്ടിയെന്ന് തോന്നുന്നു. ആ ഒരു പടത്തിന്റെ സീക്വൽ പുറത്തിറങ്ങുന്നുണ്ട്, വിക്കഡ് ഫോർ ഗുഡ്. ഐ തിങ്ക് അതൊരു 2 പാർട്ട് മൂവി പോലെ തന്നെ ആയിരുന്നു പുറത്തിറങ്ങിയത്. പഴയ മറ്റേ സാധനം ഉണ്ടല്ലോ, നമ്മുടെ വിസാർഡ് ഓഫ് ഓസ്, ആ ഒരു നൊസ്റ്റാൾജി അതേപോലെ തന്നെ തരുന്നൊരു പടമാണ്. പക്ഷെ സ്റ്റിൽ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് പഴയ പടങ്ങളാണ് പേഴ്സണലി ഇഷ്ടം. കുറേ പേർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ട്. ദെൻ 21-ാം തീയതി ധീർ എന്ന് പറഞ്ഞൊരു മലയാള ചിത്രവും പൊങ്കാല എന്ന് പറഞ്ഞൊരു ചിത്രവും തമിഴിൽ നിന്ന് മാസ്ക് എന്ന് പറഞ്ഞൊരു ചിത്രമൊക്കെ തന്നെ 21-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ആമസോൺ പ്രൈമിലൂടെ പിന്നെ 21-ാം തീയതി, അതായത് നവംബർ 21-ാം തീയതി ഫാമിലി മാൻ്റെ സീസൺ 3 കൂടി പുറത്തിറങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി വലിയ ഒഫീഷ്യൽ അനൗൺസ്മെന്റുകളൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ 23-ാം തീയതി ഇറങ്ങുന്നൊക്കെ ഞാൻ കണ്ടു. ട്രെയിലറോ ടീസറോ എവിടെയോ എൻ്റെ കണ്ടതിൽ ഓർമ്മയിലില്ല. ഫസ്റ്റ് 2 സീസൺ കിടിലനായിരുന്നു. സെക്കൻഡിൽ മറ്റേ സമാധാനമൊക്കെ വെച്ചിട്ടുള്ള സാധനം കുറേ പേർക്കത് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. ആ ഒരു പ്ലോട്ടും അതിൻ്റെ ഒരു പ്രിമൈസും സമാധാനം കാസ്റ്റ് ചെയ്തൊക്കെ തന്നെ. സീസൺ 3യും അതേപോലെ തന്നെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കൂടി ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സാധനമായിരിക്കും പ്രതീക്ഷിക്കാം. ദെൻ 26-ാം തീയതി സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 6 പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു വലിയ പാർട്ടായിട്ടാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ കാര്യം അറിയില്ല. നമുക്ക് മണി ഹേസ്റ്റൊക്കെ എങ്ങനെയാണ് ഇവർ വലിപ്പിച്ചത്, എങ്ങനെയാണ് അവസാനമൊക്കെ ആയപ്പോൾ അതിനെ പല പല പാർട്ടായിട്ട് പിരിച്ചതെന്നൊക്കെ നമുക്കറിയാം. അതേപോലെ തന്നെ ഐ തിങ്ക് ഒരു 3 പാർട്ടായിട്ടാണ് ഈ ഒരു ഫിനാലെ സീസൺ അവർ ഇറക്കുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിരിക്കും 26-ാം തീയതി പുറത്തിറങ്ങുക. 26-ാം തീയതി വീക്കിലി ഓരോ എപ്പിസോഡുകൾ നല്ല ഭാഗ്യം ഒറ്റയടിക്ക് തന്നെ ഐ തിങ്ക് ഒരു 3-4 എപ്പിസോഡുകൾ ഒരുമിച്ച് റിലീസ് ചെയ്യും. ദെൻ ഇതിൻ്റെ ബാക്കി ഡിസംബർ 25-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ അന്ന്, ദെൻ അതിൻ്റെ കൂടി ബാക്കി ഒരു എപ്പിസോഡ് മാത്രം അവർ ബാക്കി വെച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഒരു വലിയ പടം പോലെയൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടത്. ഇത് ഓരോ എപ്പിസോഡും ഒരു മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ കുറേ റൂമർ ഉണ്ടായിരുന്നു. അത്രയ്ക്കൊന്നുമില്ല, നോർമൽ സാധാരണ പോലെ 1 മണിക്കൂർ, അതിന് താഴെയൊക്കെ തന്നെ. ഫിനാലെ ഒരു പടം അല്ലെങ്കിൽ പടമല്ല, ആ ഫിനാലെ എപ്പിസോഡ് ഒരു പടത്തിൻ്റെ അത്രയും ലെങ്ത് വരുന്നൊരു സാധനമായിരിക്കും. അത് ന്യൂ ഇയറിൻ്റെ അന്ന്, അതായത് ന്യൂ ഇയർ 31-ാം തീയതി എന്നിങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫസ്റ്റ് വോളിയം 26-ാം തീയതി, ഈ നവംബർ 26-ാം തീയതി, ദെൻ ഡിസംബർ 25-ാം തീയതി, ദെൻ ഡിസംബർ 31-ാം തീയതി, ഇങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടെ തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു വലിയ സാധനം കൂടെ തീർന്നു. ഇനി ഇവരെന്ത് വെച്ചിട്ട് നിൽക്കുമെന്ന് അറിയില്ല. വിച്ചറിൻ്റെയൊക്കെ അവസ്ഥ കണ്ടാണ് അതിൻ്റെയൊക്കെ വ്യൂവർഷിപ്പ് നല്ലോണം തന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. മറ്റേ ഹെൻറി കാവിലൊക്കെ റീപ്ലേസ് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ സ്ട്രേഞ്ചർ തിങ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിൻ്റെ അവർ ഒരു റിട്ടേണിങ് സീരീസുകളെന്ന് പറയാൻ പറ്റുന്ന സാധനങ്ങൾ ഇനി അധികം ഇല്ല, തീർന്ന്. സോ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീസൺ 6 ഒരുപാടില്ലെങ്കിലും കുറച്ചൊക്കെ പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. 26-ാം തീയതി നമുക്ക് കാണാം. ദെൻ 27-ാം തീയതി മലയാളത്തിൽ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങുന്നത്. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷത്തിലുള്ള പടം. ഇതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ തന്നെ ഒരുപാട് ചർച്ച ചെയ്ത സാധനമായിരുന്നു, ചെറിയ ടീച്ചറൊക്കെ തന്നെ. സോ പടം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 27-ാം തീയതി കാണാം. ഇതിന് മൂപ്പർക്ക് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി.
ഷൈൻ ചെയ്ത് നിൽക്കുകയാണ്. സോ വാട്ട് നെക്സ്റ്റ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത എന്താണ് മൂപ്പർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാനാണ് ഓരോ പടത്തിലും നമുക്ക് ആകാംക്ഷ. സോ ഇതിലും അതേപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കളങ്കാവൽ എന്ന പടത്തിലും. ഇതിന് 28-ാം തീയതി സൂട്ടോപ്പിയ സെക്കൻഡ് പാർട്ട് പുറത്തിറങ്ങുന്നത്. ഫസ്റ്റ് പാർട്ട് അടിപൊളിയായിരുന്നു. നല്ല നല്ല ഫൺ ഫിൽഡ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങുന്നുണ്ട് 28-ാം തീയതി. ദെൻ 28-ാം തീയതി തന്നെ ധനുഷ് ചിത്രമായ തേരെ ഇഷ്ക് മേ എന്ന് പറയുന്ന പടം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ഇതൊരു ബോളിവുഡ് ചിത്രമാണ്. ഒരു 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 റൊമാന്റിക് മൂവിയാണെന്നൊക്കെയാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു. സോ കണ്ടന്നെ അറിയണം. സോ ഇത്രയും പടങ്ങളും സീരീസുകളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ഈ ഒരു നവംബർ മാസത്തിൽ പുറത്തിറങ്ങുന്നത്. ഇതല്ലാതെ ഇനി ഞാനീ പറഞ്ഞ ഇനി വലിയ റിലീസുകളൊക്കെ ഇനി വരാനുള്ളത് ഡിസംബറിലാണ്. ഇത് ഈ പറഞ്ഞതൊക്കെ ഒരു മിഡ് അല്ലെങ്കിൽ ഒരു മിഡ് ഹൈപ്പുള്ള സാധനമാണ്. വലിയ ഹൈപ്പുള്ള സാധനങ്ങളൊന്നുമില്ല. പേഴ്സണലി ഈ പറഞ്ഞ എല്ലാത്തിൽ തന്നെ കുറച്ചെങ്കിലും ഉള്ളത് ഒരു സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഫിനാലെ സീസൺ ആണെന്ന് പറയാം. സോ ഇത്രയും ഈ പറഞ്ഞതിൽ തന്നെ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകൾ ഏത് സീരീസും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.